ഈ വഅദ കേൾക്കാൻ വന്നിരിക്കുന്നവരോട് ചോദിക്കുകയാ, നിനക്ക് അഹങ്കാരമുണ്ടോ? പെങ്ങളെ, നിനക്ക് അഹങ്കാരമുണ്ടോ? നമ്മൾ പറയുന്ന നമുക്ക് അഹങ്കാരമില്ലെന്ന്. എന്നാൽ അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള വഴി എന്താണ്? ഒരാൾക്ക് അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള വഴി എന്താ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ തങ്ങൾ പറഞ്ഞു തരികയാണ്, അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒരടയാളം അതാ പറഞ്ഞു തരാ. നിനക്ക് അഹങ്കാരമുണ്ടോ പെങ്ങളെ? നിനക്ക് അഹങ്കാരമുണ്ടോ? അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരടയാളം പറഞ്ഞു തരട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഖലീഫയാണ്. സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നുപോയി. ഉമർ തങ്ങൾ സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ കടന്നു ചെന്നു. പടച്ചവനെ ബിലാൽ തങ്ങൾ ഇഖാമത്ത് കൊടുത്തു. ഖലീഫയായ ഉമർ തങ്ങൾ ഇമാമത്ത് നിൽക്കുകയാണ്. പടച്ചവനെ എല്ലാവരും അവിടെ നിന്ന് സഫ് കെട്ടി നിൽക്കുകയാ. ഉമർ തങ്ങളാണ് ഇമാമ്, ഉമർ തങ്ങളാണ് ഇമാമ്. അവിടെ നിന്ന് പടച്ചവനെ സുബഹി നമസ്കാരത്തിന് വേണ്ടി അവിടെ നിന്ന് കൈകെട്ടി അവിടെ നിന്ന് ഫാത്തിഹ ഓതി സൂറത്ത് ത്വാഹയാണ് പാരായണം ചെയ്യുന്നത്. ഉമർ തങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, അവനതാ വിഷം കടർത്തിയ കടാരയുമായി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഖലീഫയായ ഉമർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. എല്ലാരും നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാ ഇവനിങ്ങനെ കേറി വന്നു. യഥാ ഇമാമത്ത് നിൽക്കുന്ന ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് വിഷം കലർത്തിയ കടാരയവിടന്ന് കുത്തിക്കേറ്റുകയാ. അല്ലാഹുവേ, ഉമർ തങ്ങളുടെ അടിവയറ്റിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്. ഇവൻ ഇറങ്ങി ഓടുകയാണ്. നിസ്കരിച്ചു കൊണ്ടിരുന്ന പടച്ചവനെ 7ഓളം വരുന്ന സ്വഹാബത്തിനെ കുത്തി പരിക്കേൽപ്പിക്കുകയാ. എന്നിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയടോ. പടച്ചവനെ, ഉമർ തങ്ങളെ നിസ്കാരത്തിലാണ്. ഉമർ തങ്ങൾക്ക് അവിടെ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല. ശരീരത്തു നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്. രക്തമിങ്ങനെ ഒഴുകുകയാണ്. ഉമർ തങ്ങൾക്ക് മനസ്സിലായി നിസ്കരിക്കാൻ കഴിയില്ലെന്ന്. റബ്ബേ, ഉമർ തങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, സുബ്ഹാനല്ലാഹ്. ഉമർ തങ്ങൾ അവിടെ നിന്ന് സൂചന കൊടുക്കുകയാ, ആരെങ്കിലും ഒന്ന് കേറി ഇമാമത്ത് നിൽക്കുമോ? ആരെങ്കിലും ഒന്ന് കേറി ഇമാമത്ത് നിൽക്കുമോ? ഉമർ തങ്ങൾ അവിടെ നിന്ന് സൂചന കൊടുത്തപ്പോ തന്റെ പുറകിൽ നിന്ന് സ്വഹാബി അവിടെ നിന്ന് മുന്നിലേക്ക് കേറുകയാണ്. പടച്ചവനെ, ഉമർ തങ്ങൾ താഴെ കാലിന്റെ ചുവട്ടിൽ കിടന്ന് പിടയുകയാ. സഹോദരാ, ഒരാള് പോലും കൈയടിച്ചില്ലടോ. ആ പള്ളിക്കകത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്ന ഒരാള് പോലും അവിടെ നിന്ന് കൈയടിച്ചില്ല. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഭരണാധികാരിയായ ഉമർ തങ്ങൾ പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് കിടന്ന് മരണപ്രാണത്തിന് പിടയുമ്പോ ഒരാള് പോലും കൈയടിച്ചില്ല. ഒരാള് പോലും ഇറങ്ങി ഓടിയില്ല. കാരണം പടച്ചവനെ, നമസ്കാരമാണല്ലോ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിൽക്കുകയാണല്ലോ. പടച്ചവനെ, സ്വഹാബത്ത് പെട്ടെന്ന് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് സ്വഹാബത്ത് ഓടി വന്നു. പടച്ചവനെ, ഉമർ തങ്ങളുടെ വയറ്റിലൂടെ രക്തമൊഴുകുകയാണ്. പടച്ചവനെ, ബോധമില്ലാതെ കിടക്കുകയാ. അവസാനം ഉമർ തങ്ങൾക്ക് മനസ്സിലായി, തന്റെ മരണമെടുത്തെന്ന് മനസ്സിലായി. അവിടെ ഉപദേശങ്ങൾ കൊടുത്തു. എല്ലാവരും കാണാൻ വരികയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ഉമർ തങ്ങളെ കാണാ ജനങ്ങൾ കടന്നു വരികയാ. ജനങ്ങൾ കടന്നു വരികയാ. ഉമർ തങ്ങൾ ഇങ്ങനെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. ഉമർ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ,
ഉമർ തങ്ങളോട് പറയുകയാ, ഖലീഫയായ ഉമർ തങ്ങളെ, നിങ്ങൾ സന്തോഷിക്കണം ഉമർ തങ്ങള്. നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാണ്, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ തങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ആരായിരുന്നെന്നറിയുമോ? നിങ്ങൾ ആരായിരുന്നെന്നറിയുമോ? ഖത്താബിന്റെ മകൻ ഉമറിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാമെന്നവനാണ്, നബി തങ്ങളുടെ തലയെടുക്കാമെന്നവനാണ്. അങ്ങനെ മോശമായ ജീവിതം നയിച്ചിരുന്ന നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് തന്നല്ലോ. നബി തങ്ങളുടെ കയ്യിൽ പിടിച്ച ശഹാദത്ത് കലിമ പറയാൻ കഴിഞ്ഞല്ലോ. നബി തങ്ങൾ ഇഷ്ടപ്പെട്ട സ്വഹാബിയായല്ലോ, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയായല്ലോ. പടച്ചവനെ, നിങ്ങൾ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായല്ലോ. ആ മനുഷ്യൻ ഇങ്ങനെ പറയുകയാണ്. ആ ചെറുപ്പക്കാരൻ ഉമർ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാണ്. എന്നിട്ട് അവസാനം ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയുവോ? യുദ്ധമഹറാമായ മദീനത്ത് കടന്ന് ഷഹീദാകാ ഭാഗ്യം കിട്ടിയില്ലേ ഉമർ തങ്ങളെ? യുദ്ധമഹറാമായ ഈ മദീനത്ത് കടന്നിട്ട് നിങ്ങൾക്ക് ഷഹീദാകാനുള്ള ഭാഗ്യം അല്ലാഹു നൽകിയില്ലേ? നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാണ്. നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോഴല്ലേ കുത്തുകൊണ്ട് താഴെ വീണത്. ഉമർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി, ഉമർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. പടച്ചവനേ, ആ മനുഷ്യൻ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഉമർ തങ്ങളുടെ സന്തോഷത്തോടെ ആ രംഗം ഇങ്ങനെ കാണുകയാണ്. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ മടങ്ങി പോകുമ്പോ ഉമർ തങ്ങൾ ഒരു കാഴ്ച കാണുകയാ. ഉമർ തങ്ങൾ ഒരു കാഴ്ച കാണുകയാ. ഉമർ തങ്ങൾ വിളിക്കുന്നു, യാ അഖീ, പൊന്നു സഹോദരാ, ഒന്ന് നിൽക്കണേ മോനെ, ഒന്ന് നിൽക്കണേ മോനെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ മടങ്ങി പോകുന്ന ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്, ഏ പൊന്നു മോനെ, ഒന്ന് നിൽക്കണേ മോനെ, ഒന്ന് നിൽക്കണേ മോനെ. മോനെ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാണ്. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത് അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത് അഹങ്കാരത്തിന്റെ അടയാളമാ. വസ്ത്രം ഞെരിയാണിക്ക് താഴെ, മോനെ മുണ്ടും പാൻറ്റുമാകട്ടെ, അത് ഞെരിയാണിക്ക് താഴെ ഇട്ടുകൊണ്ട് നടക്കുന്നത് അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് അത് അഹങ്കാരത്തിന്റെ അടയാളമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.